നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല ദുരൂഹമായ കൊലപാതകങ്ങളും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നാലെയാണ് കേരള പോലീസ് അതിൽ പലതിലും ചുരുളഴിയാനുള്ള കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ബാലരാമപുരത്തടക്കം ഒരു 2.5 വയസ്സുകാരിയെ സ്വന്തം അമ്മാവൻ തന്നെ കൊലപ്പെടുത്തിയ സംഭവമാണ് കേരളം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറെ ചർച്ച ചെയ്തത്. ഇപ്പോഴത് ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ സർവത്ര ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ഇത് ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി, 92-90 വയസ്സാണ് പ്രായം. ഇവരെയാണ് ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. വീട് കത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ വീടിന് എങ്ങനെ തീപിടിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമല്ല. മകനും താമസിച്ച വീടാണ് തീപിടിച്ചത്. എന്നാൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം മകനെ സ്ഥലത്ത് കാണാനില്ല. പോലീസ് മകനായുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസും പറയുന്നു. അയൽവാസികളുടെ അടക്കം മൊഴിയെടുത്ത് വരികയാണ് പോലീസ്. മകനെ കണ്ടെത്താനാണ് ശ്രമം. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. വീട് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. എന്നാൽ വീടിന് എങ്ങനെ തീപിടിച്ചു എന്ന കാര്യം വ്യക്തമല്ല. മകൻ വിജയനൊപ്പമാണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. പക്ഷേ സംഭവശേഷം വിജയനെ കാണാനില്ല. വീടിനുള്ളിൽ അകത്ത് തീ അണച്ച ശേഷം കടന്ന നാട്ടുകാർ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ വൃദ്ധ ദമ്പതികളെ കണ്ടെത്തിയത്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വത്തുമായി ബന്ധപ്പെട്ട് വിജയനും മാതാപിതാക്കളും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. 2 ദിവസം മുമ്പ് വിജയൻ വൃദ്ധ ദമ്പതികളെ മർദ്ദിച്ച് അവശരാക്കിയെന്നും വിജയന്റെ സഹോദരിയുടെ മകൻ വിഷ്ണു മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ അയൽക്കാരുടെ ഉൾപ്പെടെ വിശദമായ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മദ്യപാനിയായ മകൻ വീടിന് തീ വെച്ചതാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. മകൻ വിജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. വീടിന് പെട്രോൾ ഒഴിച്ച് തീ വെച്ചതാണെന്നും മാതാപിതാക്കളെ കൊലപ്പെടുത്താനാണ് ഇത് ചെയ്തതെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദമ്പതികളുടെ ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയെ പിടിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു.